വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ലുക്ക് കണ്ടാലും പേടിക്കണ്ട. സംഭവം കുറേ നാൾക്ക് ശേഷം ഒരു 6-6:30 ആ ഒരു ടൈമിൽ എണീറ്റാണ് എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ബാക്ക് ടു കോളേജ് ലൈഫ്. ബാക്ക് ടു കോളേജ്. സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങി. ഇന്നോട്ട് തീരെ താല്പര്യമില്ല പോവാൻ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എനിക്ക് തോന്നുന്നു 4 days എന്തോ ആയി നമ്മൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നു 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പം ഞാൻ മാത്സിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു ബി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എന്താ, ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ, ചെയ്യാനുള്ളതൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നൊരു വെപ്രാളമായിപ്പോയി. പിന്നെ കുറേ അധികം ഡേയ്സ് വീട്ടിൽ ഇരുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം വീട്ടിൽ ഇരുന്നു. 4 മാസം വീട്ടിൽ ഇരുന്ന് ഉറക്കത്തിൻ്റെ സ്കെഡ്യൂളൊക്കെ മാറി. 11:30-11:30-ഒക്കെയാണ് എണീക്കാറ്. പിന്നെ ഇവൻ കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇവന് രാവിലെ ഫുഡൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓരോ സ്മൂത്തിയൊക്കെ അടിച്ച് കുടിച്ചിട്ട് ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങും. അങ്ങനെ ഒരു ഭയങ്കര വ്യത്യാസമായൊരു സ്കെഡ്യൂളിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു റുട്ടീൻ ആവണം. ഒരു 6 മണിക്കെങ്കിലും എണീറ്റാലേ എനിക്ക് ഒരു 8-10 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. ഇപ്പം മുന്നത്തെ പോലെയല്ല, ഞാനും അവന് മാത്രമല്ല, അപ്പം 2 പട്ടിക്കുട്ടികളും കൂടി ഉണ്ട്. എനിക്ക് ഇത്രയും നാൾ എന്താ പറയുക, ലീവ് ഉണ്ടായിരുന്നതുകൊണ്ട് എപ്പോഴാണ് റിസൾട്ടൊന്നും വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ 2 പട്ടിക്കുട്ടികളെയും കൂടെ മേടിച്ചു. അപ്പോൾ പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് 4 times ആണ് ഫീഡിങ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും ഇനി രാവിലെ പോകുമ്പോഴത്തേക്ക് അവർക്കും കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. എനിക്ക് അറിഞ്ഞൂടെ, കണ്ണടഞ്ഞ് പോകുന്നു. എനിക്ക് ഉറക്കമായിട്ടില്ല. ഞാൻ ബോഡി വൈസ് ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ കണ്ണിങ്ങനെ ആരോ പിടിച്ചിങ്ങനെ കഴിട്ട് ഷട്ടർ ഇടുന്ന പോലെ അടയ്ക്കുന്ന കണക്കുണ്ട്. അപ്പം രാവിലെ ഒരു ചായ ആവാം, ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഈ ലീവ് ടൈം വീട്ടിൽ നിന്ന് പോയി. ലീവ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒക്ടോബർ തൊട്ട് നമ്മുടെ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തു. ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമായിട്ട് പ്രാക്ടിക്കലും തിയറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒക്ടോബർ തൊട്ട് ഈ ജൂൺ വരെ വീട്ടിൽ നിന്ന് തിന്നുന്നതിൻ്റെ നല്ല വ്യത്യാസം എൻ്റെ ബോഡിയിലുണ്ട്. ഞാൻ ഏകദേശം 58 kg ആയി. അതൊക്കെ തപ്പന 1 മാസം കൊണ്ട് കുറയും. അങ്ങനെ യൂണിഫോമൊക്കെ കയറുമെന്ന് ഇട്ട് പോലും നോക്കിയില്ല. ഇനി അതൊക്കെ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ടപ്പനെല്ലാം ചെയ്യണം. അപ്പം നമുക്ക് പോയി പാലെടുത്തിട്ട് വരാം. രാവിലെ വന്നതേ ഓറിയോ ഇവരുണ്ടൊന്ന് കൊഞ്ചിക്കുക. മീൻ പാല് പാല് കിട്ടി. ഇത് ചായ ഇടാം. ഇത് ചായ ഇടുന്ന സമയത്ത് അപ്പുറത്ത് അവർക്കുള്ള ഫുഡ് ആക്കാം. അപ്പം ഈ 2 മണിയും കഴിയുമല്ലോ, 2 ശരി. ഇല്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് താമസിക്കും. അവർക്ക് ഗോതമ്പ് ദോശയാണ്. അതിൻ്റെ കൂടെ ഇന്നലെ രാത്രി അപ്പത്തിനരച്ച് വെച്ചിരുന്നു. അത് പുളിച്ച് പൊങ്ങി കളഞ്ഞു.
അവർക്കുള്ള സാധനങ്ങൾ രാവിലത്തേക്കുള്ള സെറ്റായി. ഇനി ചായ കുടിക്കാം. ഫോണിൽ ചാർജ് ചെയ്യാം. കോളേജിൽ പോകുമ്പോൾ ചാർജ് ചെയ്യണം. കോളേജിൽ ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ചെന്ന് തന്നെ അവിടെ ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യും ഫോണ്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കാണ് ഫോണ് തരുന്നത്. അതിന് കോളേജിലെ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ ഓൺ സ്പോട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞെന്ന് പറയും. അതൊന്നും അറിയത്തില്ല. നേരെ വീട്ടിൽ വരും. എനിക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെയൊക്കെ ഒരു ഡ്രൈവുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യലാണ്. അതുകൊണ്ട് ഫുൾ ചാർജ് അങ്ങനെയൊന്നും വരും. 30-40% കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ മുമ്പത്തെ ഫോണിൽ വേറെ 8% കൊണ്ടുപോയി ഓർമ്മയുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് തരാം. ഇതാണ് എൻ്റെ യൂണിഫോം. ഇതൊന്ന് അയൺ ചെയ്യണം. ഈ ഒരു സെറ്റാണ് എൻ്റെ യൂണിഫോം. അയൺ ചെയ്യാൻ എണ്ണ പോകണം. ഈ കൊലത്തിലല്ല പോയത്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഫാൻസോണ്ട് ഓഫ് ചെയ്യാം. ഞാൻ വന്ന് കയറി എന്ന് പറഞ്ഞാൽ കയറിയതേ ഉള്ളൂ. കയറിയിട്ട് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, കംപ്ലീറ്റ് ചെയ്തില്ല എന്ന്. കംപ്ലീറ്റ് ചെയ്തില്ല, പാതി വെച്ച് നിർത്തിയേക്കുവാണെന്ന്. അങ്ങനെ ബാക്കി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ വന്ന് കയറി ഓൺ ദ സ്പോട്ട് ബാഗ് വെച്ചിട്ട് ഫോൺ എടുത്തു. ഇനി 2 പപ്പീസ്, അവർക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും വരുമെന്ന് തോന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഫോണൊക്കെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ സ്പോട്ട് ഒന്ന് തട്ടിയിടും. അപ്പം അത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ മാറി കൈ കഴുകി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ സ്നേഹനിധിയായ കിട്ടിയോ പപ്പായ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പോയി കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ വിചാരിച്ച് ഇനി കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 4:20 കഴിച്ചിട്ട് ഒരു 4:45 5 മണി വരെ ഇങ്ങനെ ഒരു സോഫയിൽ ദേവങ്കോട്ടിൽ എന്തെങ്കിലുമൊക്കെ കിടന്ന് എനിക്ക് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് എണീറ്റ് പോയി കിച്ചൺ. ഞാൻ രാവിലെ പോയപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. വലിയ വൃത്തികേടുകളൊന്നുമില്ല, ഒന്നും ചെയ്തില്ല. കാരണം ഫുഡെല്ലാം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ, അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് പാത്രം കഴുകാണ്ട് അതും കഴുകിയിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതും കഴുകിയിട്ട് അപ്പം ചുട്ട് വയ്ക്കാം. ഓക്കെ, കഴിക്കാൻ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാണാൻ പോകണം. ഭയങ്കര
ഭയങ്കര പാടാട്ടോ സിലബസ് ഒക്കെ. വിചാരിച്ച കണക്കൊന്നുമല്ല. ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയറിലോട്ട് പോയി. അത് കുറച്ചുകൂടെ സെക്കൻഡ് ഇയർ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഫസ്റ്റ് ഇയറിനേക്കാൾ 2 ഇരട്ടി പാടാണ് സെക്കൻഡ് ഇയർ. കാക്കയുടെ സൗണ്ട് അല്ലേ ആയിരുന്നേ. കാരണം അല്ല, ഇവിടെ ജനൽ ഞാൻ തുറന്നിടും. വന്നോടനെ ഫ്രണ്ടിലത്തെ ഒരു കുഞ്ഞു ജനൽ ഉണ്ട്. ഇത് 3 ജനലും ഒരു പാളി തുറന്നിടും. കാരണം അവരുണ്ടൊരു വിളിയിക്കുന്നതുകൊണ്ട് ഓറിയോ കിവീനെ എപ്പോഴും കടിക്കും. അപ്പോഴത്തേക്ക് അത് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നിടും. അപ്പോൾ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് കാക്ക അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നു വിളിക്കുന്നതാണ്. അവർ തമ്മിലായിക്കോട്ടെ. കിവിക്ക് കാക്കയൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത പൂച്ച. ആദ്യമായിട്ട് അവള് വരയ്ക്കുന്ന എനിക്കൊന്ന് പൂച്ച കണ്ടിട്ടാണ്. ഫോണിൽ കളിക്കട്ടെ. ബൈ. ഭയങ്കര സഹിക്കാൻ വയ്യാത്ത തലവേദന. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ മെഡിസിൻ്റെ സാമ്പിൾ എടുക്കാൻ വന്നായിരുന്നു. എണീറ്റപ്പോഴെന്ന് ഫോൺ കണ്ടുകൊണ്ടിരുന്ന ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ മെഡിസിൻ്റെ സാമ്പിൾ എടുക്കാൻ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചായ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടാം. അങ്ങനെ ചായ ഇട്ട് കൊടുത്തിട്ട് ഞാനും അവന് ചായ കുടിച്ചു. അവനെ എന്നിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത തലവേദന, ഭയങ്കര തലവേദന. എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിലും ഫുഡ് കറക്റ്റ് ആയില്ലെങ്കിലും എനിക്ക് നല്ല തലവേദന എടുക്കും. ഇത്രയും നാൾ 11 വരെയൊക്കെ ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് മുന്നേ എണീറ്റ് എൻ്റെ ഒരു തലവേദനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തതിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു ഒന്ന് ഫുഡ് കഴിക്കാൻ. അങ്ങനെ അപ്പവും ഫ്രൈയും ലിവർ റോസ്റ്റും. അപ്പം ഇത് ഇത്രയും കൂടെ പെട്ടെന്ന് കഴിച്ചിട്ട് ഓടിപ്പോയി കിടന്നൊന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് നമ്മളെ വ്ളോഗ് അവസാനിക്കുവാണ്. നമുക്ക് നല്ല നല്ല വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.